പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് ചൂടായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിന്നോട് എൻ്റെ മുന്നിലേക്ക് വരരുത് എന്നല്ലേ പറഞ്ഞിരുന്നത്? എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്? എന്നെ ചതിച്ചിട്ട് എന്നെ കബളിപ്പിച്ച് നടക്കുകയല്ലായിരുന്നോ നീയും അമ്മയും ചേർന്നിട്ട്? അതിനെക്കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ഇനി വരണ്ട. എൻ്റെ മുന്നിൽ നിന്നും മാറി നടന്നാൽ മതി. എന്നെ കണ്ടാൽ എൻ്റെ അടുത്ത് വരികയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശകാരിക്കുകയാണ്. ആ ഒരു സങ്കടത്തിലാണ് നയന നിൽക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ദേവയാനി ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആദർശ് വഴക്ക് പറയുന്നത് കേട്ടിട്ട് ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് മോളോട് പെരുമാറാൻ കഴിയുന്നത്? അവൾ ചെയ്ത ത്യാഗമൊക്കെ അവൻ മറന്നുപോയോ? ആ സമയത്ത് രക്ഷിക്കാൻ, കരള് തന്ന് രക്ഷിക്കാൻ നയന ഇല്ലായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേനെ? ഇന്ന് ഞാൻ ജീവനോടെ തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. എന്നിട്ട് ആരൊക്കെ കൈവിട്ടാലും ഞാൻ എൻ്റെ മകളെ കൂടെ നിർത്തും. എൻ്റെ നയനമോളെ ഞാൻ ഒരിക്കലും കൈവിടില്ല. അവൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഞാൻ പുറത്ത് കൊടുത്തിട്ട് എൻ്റെ കൂടെ നിർത്തും. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ, അവൾ ചെയ്യുകയുമില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതിനെക്കൊണ്ട് ഇതിൻ്റെ പേരിൽ ആദർശിനെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒരു കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നെ ദേവയാനി ആദർശിൻ്റെയും നയനയുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇവളോട് ഇങ്ങനെ ചൂടാകുന്നത്? മോളോട് ചൂടാകാൻ പറ്റുന്ന രീതിയിലുള്ള തെറ്റുകളൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ നിന്നോട് പറയണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും അമ്മ അറിയാതെ പറയേണ്ട കടമയൊക്കെ അവൾക്ക് എന്നോടുണ്ടല്ലോ. ഞാൻ ഇതറിഞ്ഞാൽ അമ്മയെ കളിയാക്കാനും ഒന്നും നിൽക്കത്തില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ചേർന്ന് ഇത് പറിച്ചു പിടിച്ചത് എന്ന് എനിക്കറിയില്ല. അതിനെക്കൊണ്ട് ഇനി അമ്മായിയമ്മയും മരുമകളും മാത്രം ഞങ്ങളറിയാതെ സ്നേഹിക്കുകയാണല്ലോ, അത് തുടർന്നോളൂ. ഇനി ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട. അച്ഛൻ്റെയും എൻ്റെയും കാര്യത്തിലൊന്നും ഇടപെടാൻ നിങ്ങൾ രണ്ടുപേരും വരണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ എന്തായാലും നയനയെ ഇങ്ങനെ ഉപദ്രവിച്ചും ശകാരിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് കരൾ തന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് നീ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ അന്ന് അത് അറിയില്ലായിരുന്നു. എന്നിട്ടും ഞാൻ മോളെ സങ്കടപ്പെടുത്തി ഒരുപാട് സംസാരിച്ചു. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കുറ്റബോധമാണ് തോന്നുന്നത്. കാരണം ആ ഒരു സമയത്ത് മോളെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ പോലും ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. അമ്മയെന്ന് വിളിക്കാൻ പോലും നിനക്ക് ഒരാളുണ്ടാവില്ലായിരുന്നു. അതൊക്കെ നീ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? അതൊക്കെ മറക്കാൻ പാടുണ്ടോ? അതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ നയനമോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ മറന്നിട്ടൊന്നുമില്ല, അത് മറക്കുകയുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എന്നെ കബളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് മാത്രം ഞാൻ എന്താ ഇവൾക്ക് ശത്രുവായി മാറിയോ? എല്ലാ കാര്യവും ഞാൻ നയനയോട് തുറന്ന് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നീ ചെയ്യുന്നത് തെറ്റാണ് ആദർശേ. മോളോട് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ആരും ചെയ്യാത്തൊരു നന്മയാണ് ഇവൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങളെ ഇവിടെ കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നതും സംസാരിക്കുന്നതും. ഞങ്ങൾ പരിസരത്തേക്ക് വരുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ ഇപ്പോൾ? അതുകൊണ്ട് ഞാനും മോളും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആദർശിന് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ആദർശ് മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, മോളെ എന്തായാലും ഇനി ഇവരുടെ ഇടയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഇവരുടെ പരിസരത്തേക്ക് വരണ്ട എന്നല്ലേ പറയുന്നത്. ജയേട്ടനും അതുപോലെ തന്നെ ഇവൻ പറഞ്ഞത് കൊണ്ട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പോകാം. അല്ലാതെ ഇനി ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. പിന്നെ ഞാൻ പലതവണ ഇവരോട് പറഞ്ഞതാണല്ലോ, ഞാൻ പറയാൻ നിൽക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ പതിയെ പറയാമെന്ന് കരുതി വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ മോളെ. അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കാത്തവരെ കൂടെ ഇനി നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനയോട് ഡ്രസ്സൊക്കെ ഒരു പെട്ടിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ട് നമുക്ക് പോവാമെന്നൊക്കെ പറയുകയാണ്. തൽക്കാലത്തേക്കുള്ള ഡ്രസ്സൊക്കെ മോളെ എന്തായാലും പാക്ക് ചെയ്തോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, അതിന് അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരി, പിന്നെ നയനയാണോ ഇതിൽ തെറ്റുകാരി? ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൾ പറയാതിരുന്നത്? പിന്നെ നയനയോട് മാത്രം കയർക്കുന്നത് കൊണ്ട് എന്താ ഇവിടെ ഒരു ഇതുള്ളത്? പക്ഷെ അവൾ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ എന്തായാലും മോളെ കൂടെ ഞാനുണ്ടാകും. അത് മോൾ എവിടെ പോയാലും അവളുടെ കൂടെ ഞാനുണ്ടാകും. നീ ഉണ്ടാകും എന്നുള്ളത് എനിക്കൊരുറപ്പുമില്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഞാൻ മോളുടെ കൂടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നയനയും അത് കേട്ടിട്ട് പോകുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അവരെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും പെട്ടിയെടുത്ത് ഇറങ്ങി ഒന്ന് ജസ്റ്റ് മാറി താമസിച്ച് നോക്കാം. താനെ അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന്
ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുക്കുന്നത്, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും എന്നുള്ള രീതിയിലൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് ശരിയാ, നീ എന്നോട് പറഞ്ഞില്ല, പക്ഷെ നിന്റെ ഭാര്യയോട് നിന്റെ മുന്നിൽ വന്നു പോകരുത്, കണ്ടു പോകരുത് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊക്കെ നീ സംസാരിക്കാനായോ? നീ അവളോട് എന്ത് പറയുമ്പോഴും നീ എന്നെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി നയനയാണ്. മോള് അന്ന് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, ഞങ്ങൾ ഒരുമിച്ച് ഈ പടി ഇറങ്ങുകയാണ്, ആര് തടഞ്ഞാലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പെട്ടിയും എടുത്ത് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇതോടുകൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ആദർശ് തീരുമാനം എടുക്കുന്നത്? അവരെ പോവണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തോ, അല്ലെങ്കിൽ ദേവയാനി അടുത്ത തീരുമാനം, അല്ലെങ്കിൽ എവിടേക്കാണ് അവർ പോകുന്നത് എന്നൊക്കെ വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.